വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ധൈര്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മയെ പോലെ വചനം പാലിക്കുവാൻ വചനത്തിന് സാക്ഷിയാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയമക്കളെ, വചനം ലളിതമായി പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വചനം ഇപ്പോൾ പാലിക്കുമ്പോൾ ചിലർക്ക് കൂടുതൽ വെയിറ്റ് തോന്നുന്നുണ്ട്, അതായത് ഭാരം തോന്നുന്നുണ്ട്. ശരിക്കും വചനം പാലിക്കാൻ അത്രയും ഭാരം വരേണ്ട കാര്യമില്ല. നമുക്ക് ഒരു അഭിഷേകം കിട്ടിയാൽ മതി വചനം പാലിക്കാൻ. കാര്യം വചനം ഉടമ്പടിയുടെ ഒരു മർമ്മമെന്ന് പറയണത്, ഉടമ്പടി പ്രാർത്ഥനയുടെ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയണത്. അച്ഛൻ പറയും, നിങ്ങളൊരു 3 മാസം പ്രാർത്ഥിക്കേണ്ട കാര്യം വചനം പാലിക്കണമെങ്കിൽ 3 ആഴ്ച കൊണ്ട് അത് സ്പീഡപ്പാകും. കാര്യം അമ്മ എന്താ പറഞ്ഞത്? അവൻ പറയണത് പോലെ അത് നിസ്സാര കാര്യമല്ലത്. നമ്മൾ ധരിച്ചിരുന്നത് ഭരണിയെടുത്ത് വെള്ളം കോരി വെക്കാനായിരിക്കുന്ന അല്ല, അത് ഉടമ്പടി വചനമാണ്. ആ ഉടമ്പടി പുസ്തകം വായിക്കുമ്പോൾ പറയാൻ പറ്റും. കർത്താവും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സിനായി മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് സമതലങ്ങളിലേക്ക് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ആ പുറപ്പാട് യാത്രയിലെ അവിടെ മുമ്പിൽ എന്തുമാത്രം ഹഡിൽസാണുള്ളത്. മുമ്പോട്ട് പോകാൻ വാഗ്ദാന ഭൂമി പ്രാപിക്കാൻ വേണ്ടി എന്തോരോ പ്രശ്നങ്ങളുണ്ട് അവിടെ മുമ്പിൽ. ഒന്ന്, ജെറീക്കോ മതിൽ കീഴടക്കണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജെറീക്കോയിലുള്ള ആൾക്കാർ അവർ പട്ടണം ഒറ്റുനോക്കാൻ വേണ്ടി ചെന്നപ്പോഴേ കണ്ടുപിടിച്ചത് എന്താ? 10-80 കിലോ ഉള്ള മുന്തിരി കാവിക്കൊണ്ട് പോണതാണ്. രാക്ഷസന്മാരെ പോലെയുള്ള മനുഷ്യരാണ്. അപ്പം അവർ ഇത് കണ്ടിട്ട് ഈ വലിയ രാക്ഷസന്മാരെ പോലെയുള്ള മനുഷ്യരെ കണ്ടപ്പോൾ പേടിച്ചു പോയി. ഇപ്പം നിങ്ങൾ കടം കണ്ട് പേടിക്കണില്ലേ? അല്ലേ? മുമ്പിലുള്ള കടങ്ങൾ കാണുമ്പോൾ നമ്മൾ പേടിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി. പൊക്കുവരവ് ചെയ്യാത്ത പറമ്പിന് കരവടച്ച് രസീത് തന്നെന്ന്. ഈ സ്ഥലത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഉടമ്പടിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. പൊക്കുവരവ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവരുടെ പൊക്കുവരവ് ചെയ്യാനാണ് ഇവർ ഉടമ്പടി വെച്ചിരിക്കണത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പഴയ പ്രമാണങ്ങളും മുൻ പ്രമാണങ്ങളും പഴയ ബാധ്യതകളും പലരുടെ കൺകറൻസും ഒപ്പും എല്ലാം കൂടി കുറേ കാലം കഴിഞ്ഞതാണ് ഇത് പൊക്കോരോ ചെയ്യാൻ വേണ്ടി. പറ്റാതെ ഇങ്ങനെ പല സാങ്കേതിക നിയമക്കുരുക്ക് കാരണം പറ്റാതെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഉടമ്പടി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ തഹസിൽദാർ വില്ലേജ് ഓഫീസർ കമ്പ്യൂട്ടർ നോക്കിയിട്ട് പറഞ്ഞ നിങ്ങളുടേത് പൊക്കോരോ ചെയ്തതാണല്ലോ എന്ന്. അതിന് എക്സ്പ്ലനേഷൻ ഞാൻ പറയണില്ല. കാര്യം ഇങ്ങനെ കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. കാര്യം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് തലയും കറങ്ങി നടക്കുന്ന ഭാരപ്പെട്ട വിഷയങ്ങൾ ദൈവം അത് ഏറ്റെടുക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നടക്കണ കാണാം. പക്ഷേ നമ്മളുടെ മുമ്പിൽ നിങ്ങൾ ഓർക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്തിട്ട് വീട്ടിലിങ്ങനെ കൈയും കെട്ടി ഇരുന്നാൽ മതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈയും കെട്ടി ഇരുന്നാലും മതി. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾക്ക് ചെയ്യാവുന്നത് വചനത്തിന് സാക്ഷിയാകാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ ഫിസിക്കൽ ലേബർ, പല കാര്യങ്ങളും ഫിസിക്കൽ ലേബറിലല്ല ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ഇപ്പം പല രോഗങ്ങളെയും കണ്ടില്ലേ അല്ലേ? പല രോഗങ്ങളും എന്താ? ഉദരത്തിൽ ക്യാൻസർ,
മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു അമ്മമാതാവിൻ്റെ മധ്യസ്ഥ ഈശോയുടെ നാമത്തിൽ ഒന്ന് തൊട്ടാൽ അല്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് 1 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അത് 1 മണിക്കൂർ പ്രാർത്ഥിച്ച് ദൈവത്തിന് ബോധം കെടുത്തേണ്ട വിഷയങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഇത് വിശ്വാസവും ദൈവസ്നേഹവും ഉണ്ടെങ്കിൽ ഫെദർ ടച്ചാണ് വിഷയം. ഫെദർ ടച്ച്. നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ ഫെദർ ടച്ച് പവർ സ്റ്റിയറിംഗ് ആകണം. പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ പണ്ട് മെക്കാനിക്കൽ സ്റ്റിയറിംഗ് അല്ലേ? പണ്ടത്തെ ലോറിയൊക്കെ ഒരു എൽ ഷേപ്പ് വളക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ മുതുകത്തെ 18 മസിലും പുറത്ത് വരും. കാര്യം എന്താണ്? ഇത് മുഴുവൻ വളക്കണ്ടേ? മെക്കാനിക്കൽ. ഇപ്പോഴത്തെ സ്റ്റിയറിംഗ് ഇങ്ങനെ ചുമ്മാ തൊട്ടാൽ മതി, ഇത് വളഞ്ഞു വരും. പവർ സ്റ്റിയറിംഗ് ആയി. അതുപോലെയാണ് ഫെദർ ടച്ച്. ഒന്ന് തൂവലില്ല തൊടൽ മതി. വചനം പാലിക്കാൻ ഫെദർ ടച്ച് ആകണം. അതുപോലെ ഒരു വചനം പാലിക്കാൻ തൂവൽ സ്പർശത്തിൻ്റെ ഒരു പ്രേരണ വരെ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ വലിയ കാര്യമായിട്ട് തോന്നരുത്. അതാണ് നമ്മളെപ്പോഴും ഉടമ്പടിയുടെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഉടമ്പടി എപ്പോഴും സ്പീഡപ്പ് ആകുന്നത് അവൻ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ്. ഇപ്പം നിങ്ങൾ ചെയ്യണതിൻ്റെ അകത്ത് ഒരു കാര്യം ഇപ്പോൾ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. പ്രേക്ഷിത പ്രവർത്തനം പോലെ തന്നെയാണ് വചനത്തിന് ജീവിത സാക്ഷ്യം നൽകണത്. വചനത്തിന് ജീവിത സാക്ഷ്യം നൽകണത്. ഇപ്പോൾ വചനത്തിന് ജീവിത സാക്ഷ്യം നൽകുമ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ ഒരു അരൂപിയുണ്ട്. സാക്ഷ്യം എപ്പോഴും വേദസാക്ഷ്യമാണ്, രക്തസാക്ഷ്യമാണെന്നറിയണത് അത് എന്ത് ചെയ്തു എന്നല്ല, എന്ത് അരൂപിയിൽ അത് ചെയ്തു എന്ന. അപ്പോൾ ആണ് അത് സാക്ഷ്യമാണോ അല്ലേ എന്ന് അറിയണത്. ഒത്തിരി മനുഷ്യർ പലതരത്തിൽ സഹിക്കുന്നുണ്ട്. ഈ സഹനമെല്ലാം സാക്ഷ്യമല്ല. സഹനമെല്ലാം സാക്ഷ്യമാകണത് ആ സഹനത്തിൻ്റെ അത് സഹിക്കണ കാലത്ത് ഈ വ്യക്തി കീപ്പ് ചെയ്ത അരൂപി എന്താണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു അപ്പൻ മരിച്ചുപോയി, അമ്മ മാത്രമാണ് വീട്ടിൽ. വേറെ 3 മക്കളുണ്ട് അമ്മയ്ക്ക്. അതിൽ 2 മക്കൾ, ഇളയ മകൻ കുടുംബത്തിൽ താമസിക്കുന്നു എന്നാണ് വെപ്പ്. താമസിക്കുമല്ലോ എന്നാണ് അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് അവന് കുടുംബം കൊടുക്കാൻ കാര്യം എന്താ? അവൻ കുടുംബത്തിൽ താമസിക്കുമെന്ന് ഓർത്താ. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ലക്ഷണം മാറി. അവന് കുടുംബം പിടിക്കണില്ല. അതുകൊണ്ട് അവനെന്നാ ചെയ്ത്, അവനൊരു തളക്കിട്ട് അവിടെ എന്താണ്, മറ്റു 2 പേരുടെ ഓഹരി കുടുംബത്തിൽ കിടക്കുന്നുണ്ട്. അത് ഇവൻ്റെ പേരിൽ എഴുതി തന്നാൽ മാത്രമേ ഞാൻ കുടുംബത്തിൽ നിൽക്കത്തുള്ളെന്നാണ് അവൻ പറയണത്. അപ്പോൾ മറ്റു സഹോദരങ്ങൾ പറഞ്ഞിടാ, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഓഹരി നിനക്ക് എഴുതി തരണത്? അമ്മയുടെ കാലം കഴിഞ്ഞ് എഴുതി തരാം. അവർ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ അമ്മയ്ക്കൊരു സെക്യൂരിറ്റി വേണ്ടേ അല്ലേ? പക്ഷെ അവനത് പിടിക്കത്തില്ല. അവൻ ഇറങ്ങിപ്പോയി. വേറെ നാട്ടിൽ പോയി വേറെ വീട് വെച്ച് താമസിക്കുകയാണ്. ഒരു ദിവസം അമ്മ ഇവനെ കാണാൻ ചെന്ന്. അപ്പോൾ അവനില്ല, അവൻ വലിയ കോടീശ്വരനായിട്ട് നല്ല ജോലിയൊക്കെ കിട്ടി ജീവിക്കുക. അവൻ്റെ വൈഫൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അമ്മ ചെന്നിട്ട് വാതിൽ തുറന്നില്ല. പുറത്തേക്ക് അമ്മ ഓർക്കാപ്പുറത്തായിട്ടിരിക്കും. ചിലപ്പോൾ അടുക്കളയിൽ വല്ല ജോലിയൊക്കെ ആയിരിക്കും. എന്നുവെച്ചാൽ അടുക്കള വഴി ചെന്ന് അടുക്കള വാതിലും തുറന്നില്ല. ആരാണ്? മരുമോളായവനെ അടിച്ചോണ്ട് പോയി. അമ്മ സങ്കടത്തോടെ തിരിച്ചു പോന്നു. മാക്ക് 2 മക്കളും അമ്മയെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ തരാൻ ഒരാൾ പെണ്ണാണ്, മറ്റാൾ ആരാണെന്ന് ഞാൻ പറയണില്ല. ചിലപ്പോൾ നിങ്ങൾ നാട്ടുകാരെ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യമാണ് ഈ പറയണത്. ഒരു ഹിൻഡില്ലായിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പോലും ഒരു സ്വപ്നത്തിൽ പോലും ഒരു ഹിൻഡ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വാലും തുമ്പൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പറയണത്. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയണത്, ഈ ഉടമ്പടി കാലത്ത് ഒരു വ്യക്തി കീപ്പ് ചെയ്യേണ്ട സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ
അതൊരു അരൂപി ഇപ്പം പെട്ടെന്ന് ദൈവപ്രസാദം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സഹിക്കുകയാണെങ്കിൽ ദൈവത്തിന് തോന്നണം യേശുവിൻ്റെ കൂടെയാണ് സഹിക്കുന്നുവെന്ന് തോന്നണം. ഇപ്പോഴേ സ്വാഭാവികമായിട്ട് ഈ അമ്മ ഈ വിഷയം വന്ന് എടി മരുമകൾ എന്നോട് അങ്ങനെ ചെയ്ത് അവനങ്ങനെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവളങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് മറ്റ് മക്കളോടും പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് നാട്ടുകാരോടും പറഞ്ഞ് നാട്ടുകാർക്ക് ഇപ്പോൾ അവരോട് പുച്ഛവും ദേഷ്യവും വൈരാഗ്യവുമായി എന്തൊരു നെറുകെട്ട പരിപാടിയായി കാണിച്ചിരിക്കണത്. അവനൊക്കെ ഒന്ന് കറക്റ്റ് കണ്ട് പറയണം, അമ്മമാരോട് വയസ്സായ അമ്മമാരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ നാട്ടുകാരിങ്ങനെ വടിയും വഴുകയും വാളൊക്കെ എടുത്തിരിക്കുകയാണ്. അവരവരുടെ ഇതിൻ്റെ അകത്ത് എന്തൊരു മിസ്റ്റേക്കുണ്ട്. അമ്മ ചെയ്തിരിക്കണത് അമ്മയ്ക്ക് സംഭവിച്ചിരിക്കണത് നമുക്ക് സങ്കടമുണ്ട്. പക്ഷേ ഉടമ്പടി സ്പിരിറ്റ് അനുസരിച്ച് മറ്റുള്ളവർക്ക് അവരോട് വെറുപ്പുണ്ടാകുന്ന രീതിയിൽ അമ്മയ്ക്ക് പെരുമാറാൻ, ഉടമ്പടി ചെയ്തവർക്ക് പെരുമാറാൻ അനുവാദമില്ല. മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്തവർക്ക് കാരണം നമ്മൾ ആശ്രയിക്കുന്ന ആരിലാണ്? ഇളയ മകളിലോ മൂത്ത മകളിലോ മക്കളിലോ ഒന്നുമല്ല. നമ്മൾ ആശ്രയിക്കുന്ന ആരിലാണ്? മദറിലാണ് ആശ്രയിക്കേണ്ടത്. മദർ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്നാണ്. അപ്പം മധ്യസ്ഥം നിൽക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ലോകാരൂപിയിൽ പെരുമാറാൻ പറ്റത്തില്ല. ഇവിടെ അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. യോഹന്നാൻ 2:5 അനുസരിച്ചുകൊണ്ട് അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ? സ്നേഹിതരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്നുള്ളെങ്കിൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം? പ്രൈസ് ദി ലോർഡ്. അതാണ് അവൻ പറഞ്ഞത്. ഇപ്പം അവൻ പറഞ്ഞ കാര്യങ്ങൾ യോഹന്നാൻ 6:32, 33, 34 തൊട്ട് 35 വരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരണം. ഇങ്ങനെ മരുമകൾ വാതിലടച്ച് കഴിയുമ്പോൾ ആ പ്രായമായ അമ്മയെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവൾ അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് മാനുഷികവും മാനുഷികമല്ലാത്തതുമായിട്ടുള്ള ഒത്തിരിയേറെ വിഷയങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. ഉടമ്പടി ചെയ്യുമ്പോൾ ആരുടെ വിഷയമാണ്? ദൈവത്തിൻ്റെ വിഷയങ്ങളാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ അച്ഛാ ഒന്നുമില്ലെങ്കിൽ വല്ല പനിയാ വന്ന് കിടക്കുമ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നത് ആ മോളെ എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരണ്ടേ? അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, അപ്പം അങ്ങനെ പിന്നെ ഞങ്ങളെങ്ങനെ വെള്ളം ഇറങ്ങാതെ മരിക്കുമല്ലോ ഈ കണക്കിന്? ഞങ്ങൾക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ ഒറ്റക്കല്ലേ താമസിച്ചത്. ഇപ്പം ഞാനാണെങ്കിൽ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് ആ ചുറ്റുവട്ടങ്ങളിൽ പോലും ആളുമില്ല, ആരും വിളിച്ചാൽ പോലും വരത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം? നമുക്കൊരാളുണ്ടായിട്ട് അയാൾ നമ്മളെ സഹായിക്കണത് ഒരു കാര്യം, നമുക്കാരുമില്ല, ആ വെള്ളം കുടിക്കാനുള്ളൊരു അവസ്ഥ ദൈവം ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഏതാണ് ഇതിന് നല്ലത്? തൽക്കാലം നമുക്ക് ആരുമില്ല, ദൈവം അങ്ങനെ നമുക്ക് ആൾക്കാരെ ആശ്രയിക്കാൻ പറ്റിയ ഒരവസ്ഥ ദൈവം ഉണ്ടാക്കണില്ലെന്ന് വിചാരിച്ചു ഇല്ലേ? അതാർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. പരമാവധി ദൈവത്തിൽ ആശ്രയിച്ചാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ഒത്തിരി ആൾക്കാരുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് പൗലോസ് പറയും, ഈ പരസ്പര സ്നേഹമല്ലാതെ വേറെ കമ്മിറ്റ്മെൻ്റൊന്നും ഉണ്ടാകരുതെന്ന് ആരോടും. എന്താ കാര്യം? വേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണത് ദൈവത്തോട് മാത്രമായിരിക്കണമെന്ന്. നിങ്ങൾ പലരോടും ആവശ്യത്തിലേക്കേറെ ബാധ്യതപ്പെട്ടിരിക്കുന്ന കാരണം എന്നാ പറ്റുമെന്നറിയാവോ? ബാധ്യതകൾ വളർന്ന് ഓരോ ബാധ്യത കൂടുന്തോറും യഥാർത്ഥ കടവെന്ന് പറയുന്നത് സാമ്പത്തിക കടം അല്ല. യഥാർത്ഥ കടവെന്ന് പറയുന്നത് ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യനോട് വരുന്ന ബാധ്യതകളാണ്. എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നറിയാവോ? ഇപ്പം നിൻ്റെ ആങ്ങള പ്രാർത്ഥനാ സമയത്ത് അവൻ കാനഡയിൽ നിന്ന് വീട്ടിൽ കയറി വരികയാണ്. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണേ, പ്രാർത്ഥനയ്ക്ക് തിരികെ എത്തിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ആങ്ങള വന്നത്. വണ്ടി വന്ന് നിന്നപ്പോൾ തന്നെ കുടുംബത്തിൻ്റെ കാലാവസ്ഥ മൊത്തം മാറുകയാണ്. എന്താ കാര്യം? നിൻ്റെ മകൻ മൂത്തവൻ അവനെ കാനഡയിൽ വിസ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണിത് ഇല്ലേ? ഇവൻ്റെ കയ്യിലാണ് നിൻ്റെ കുടുംബത്തിൻ്റെ ഭാവി ഇരിക്കണമെന്നാണ് നീ ധരിച്ച് വെച്ചിരിക്കുന്നത്. അതോടുകൂടി നിൻ്റെ പ്രാർത്ഥനാ തിരി നീ ഊതിക്കെടുത്തു. പിന്നെ എന്താ പ്രശ്നം? ആങ്ങളെ സ്വാപ്പിടുക,
പിന്നെ നിൻ്റെ ഭർത്താവിനെ ബിവറേജിൽ വിടുക, പിന്നെ സീൻ മാറുകയാണ്. ആങ്ങളെ സുഖിപ്പിക്കുക, അവന് നല്ല ഭക്ഷണം കൊടുക്കുക, അവനെ സന്തോഷിപ്പിക്കുക, നാളെ നിൻ്റെ മകൻ്റെ വിസ റെഡിയാക്കുക, കുറേ വിഷയങ്ങൾ ഇങ്ങോട്ട് വരും. അതോടുകൂടി പ്രാർത്ഥന കട്ട് ചെയ്യും. ഇപ്പം എന്താ പ്രശ്നം? ഈ മകൻ്റെ വിസ പ്രശ്നം ആങ്ങളയോട് നിനക്ക് അമിത ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് കടമെന്ന് പറയണത്, ബാധ്യത എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉടമ്പടി കാലത്ത് അല്ല, എല്ലാ കാലത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഉടമ്പടി കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ബാധ്യത ആരോടാണെന്ന്. ഒറ്റ ആളോട് മാത്രമേ നിനക്ക് ബാധ്യത പാടുള്ളൂ. ആരോടാ? ദൈവത്തോട് മാത്രം. ഈ സാക്ഷ്യം പറഞ്ഞ കക്ഷികളില്ലേ, ബാധ്യത കുറയും തോറും മനുഷ്യന്മാരോടും പ്രസ്ഥാനങ്ങളോടും വ്യക്തികളോടും ശേഷക്കാരോടും ബാധ്യതകൾ കുറയും തോറും ദൈവത്തോട് ബാധ്യത കൂടും തോറും ഉടമ്പടി പെട്ടെന്ന് സ്പീഡപ്പാകാൻ തുടങ്ങും. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, സ്തുതിക്കട്ടെ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, നിന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുവാൻ നിന്റെ വചനങ്ങള് ലളിതമായി മനസ്സ് ഭാരപ്പെടാതെ നടപ്പിൽ വരുത്തുവാൻ സുവിശേഷത്തിന് സാക്ഷിയാകുവാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങേ തിരിച്ചറിഞ്ഞ് അങ്ങേക്ക് സാക്ഷിയായി തീരാൻ കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിന് ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, സാക്ഷ്യങ്ങളുടെ ഒരു സഞ്ചാരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സാക്ഷ്യങ്ങളുടെ സഞ്ചാരം എന്ന് വെച്ചാൽ, നമ്മൾ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിൽ എന്ത് വിഷയം കൃപാസനത്തിൽ നമ്മൾ വെക്കുന്നുവോ ആ കാര്യത്തിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ദൈവ തീരുമാനം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവ തീരുമാനം. ഇപ്പം യോഹന്നാൻ മാംദാന എന്നാ പറഞ്ഞത്? ഈശോ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഈശോയ്ക്ക് വരാനുള്ള വഴി ഒരുക്കണം, അല്ലേ? അതിനെന്താ ചെയ്യേണ്ടത്? താഴ്വരകൾ നിരത്തണം, കുന്നും മലയും നിരപ്പാക്കണം, അല്ലേ? വളഞ്ഞവ നേരെയാക്കണം. അതായത് ദൈവത്തോടുള്ള വഴികളെല്ലാം ക്രമീകരിക്കണം. ഉടമ്പടിക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇത് സ്പീഡപ്പാകാൻ ഇപ്പം നല്ല സൂപ്പർ ഫാസ്റ്റായിട്ടുള്ള വണ്ടിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, പക്ഷെ വഴി മോശമാണെങ്കിൽ അതാണ് ചിലക്ക് ഉടമ്പടിക്ക് സംഭവിച്ചിരിക്കുന്നത്. അടിപൊളി വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ വഴി മോശമാണ്. ലംബോർഗിനിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ട് വരണില്ലെന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോള് കേൾക്കണില്ലേ? അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്കും. അതായത് ഉടമ്പടി അച്ചിട്ട പ്രാർത്ഥനയാണ്. എന്താ പരിപാടി? അവൻ പറയണത് പോലെ ചെയ്യുക. അത് കഴിയുമ്പോൾ ബാക്കി അവൻ ചെയ്യും. ആ ഉടമ്പടി വചനമെന്ന് പറയണത് പുറപ്പാട് പുസ്തകം പോലും കവർ ചെയ്ത് നിൽക്കണതാണ്, ഇല്ലേ? ഇപ്പം യോഹന്നാൻ 2:5 ലിങ്ക് എവിടെയാണ് പഴയ നിയമത്തിലുള്ളത്? പുറപ്പാട് 19:8 എന്താണ്? സിനായ് മലമുകളിൽ ഇനി വാഗ്ദാന നാട് പ്രാപിക്കും വരെ ഈ ജനതയ്ക്ക് ഉള്ള അസൈൻമെൻറ്റുകളുണ്ട്, ഹോംവർക്കുകൾ. അത് ഇത്തിരി ടിഡിയസാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താ? ജെറിക്കോ പട്ടണം പൊടിക്കണം, ജോർദാൻ പിളർത്തണം. ഒറ്റ നടക്ക് പോണ കാര്യമല്ല. അപ്പം ജോർദാൻ പിളർത്തണം, ജെറിക്കോ പട്ടണം പൊടിക്കണം, ജബൂസേരെ അവിടെ നാട്ടി ഓടിക്കണം. യുദ്ധമാണ് വരാൻ പോണത്. യുദ്ധത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയാമല്ലോ. എന്നാ യുദ്ധത്തിൻ്റെ കുഴപ്പം? ഇവർ 6000 പേരുണ്ടെങ്കിൽ ചത്തുക്കൾ 60,000 പേരുണ്ടാവും. 60,000 പേരുണ്ടെങ്കിൽ ചത്തുക്കൾ 6 ലക്ഷം പേരുണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? ബൈബിൾ എപ്പോഴും അങ്ങനെയാണ്. യുദ്ധം ചെയ്യുമ്പോൾ മറുപക്ഷത്തായിരിക്കും ആൾ കൂടുതൽ. അത് കനനൈറ്റ്സ് ആയാലും
ജബൂസിയരായാലും കാനങ്കാരായാലും ഫിലിസ്തീയരായാലും എപ്പോഴും ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ മറുവശത്ത് 30,000 ഉണ്ടെങ്കിൽ ഇവിടെ 3,000 ഉണ്ടാകത്തുള്ളൂ. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലടിക്കും. കാര്യം എവിടെയെല്ലാം യുദ്ധമുണ്ടെന്ന്, യുദ്ധത്തിൻ്റെ വാളും പരിചയത്തിൻ്റെ കിലുക്കം ബൈബിളിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി. ഇസ്രായേലിൻ്റെ കയ്യിൽ 3,000 പേരെ ഉണ്ടാകത്തുള്ളൂ, അവിടെ 30,000 പേരുണ്ടാവും. ഇവരുടെ കയ്യിൽ 7,000 പേരുണ്ടെങ്കിൽ അവിടെ 70,000 പേരുണ്ടാവും. എപ്പോഴും ശത്രുക്കൾ ശക്തന്മാരായിരിക്കുകയും. അപ്പോഴും ദൈവം എന്താണ് ചെയ്യണതെന്നാണ് ബൈബിൾ പറയണത്. മോശ എന്താ പറഞ്ഞത്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇപ്പം പുറപ്പാട് 14 മനോഹരമായ ചരിത്രവചനമാണ്. ഒന്ന് പറഞ്ഞ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായി ഇരുന്നാൽ മതി. മൗനമായി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാണ്. മോസസ് പറഞ്ഞതിന് മറിയമാണ് ശരിക്കും പറഞ്ഞ ഭാഷ്യം കൊടുത്തത്. നമ്മുടെ ശത്രുക്കൾ നമുക്ക് താങ്ങാൻ പാടില്ലാത്ത ഒരു ഭാരമാണ് മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ പുറപ്പാട് 14 ലിങ്ക് ചെയ്യണത് ലൂക്ക 2:19 അല്ലെങ്കിൽ ലൂക്ക 2:52 എന്താ ലിങ്ക് ചെയ്യണത്? അതായത് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മ എന്താ ചെയ്യണത്? മൗനമായിരുന്നാൽ മതി, ഹൃദയത്തിൽ സംഗ്രഹിക്കും. മോസസും അതാ പറഞ്ഞത്. എന്താണ്? ദൈവത്തിന് ഏൽപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം. മോസസ് മൗനമായെന്ന് പറഞ്ഞിരുന്നാൽ മതി എന്ന് പറയണതും മറിയത്തിൻ്റെ മൗനവും തമ്മിൽ ഒന്ന് തന്നെയാണ്. എന്താണ്? ദൈവത്തിനെ ഏൽപ്പിക്കുക. എന്താ കാര്യം? അവിടെ 70,000 ഉണ്ട്, നമ്മുടെ കയ്യിൽ 7,000 ഉള്ളു. അതുകൊണ്ട് പുറപ്പാട് 14 വർക്കൗട്ട് ചെയ്യേണ്ടി വരും. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അപ്പോൾ ഒരു വിഷയം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചോ, നമ്മുടെ കടങ്ങളാകാം, നമ്മുടെ രോഗങ്ങളാകാം. ഇപ്പോൾ ഡോക്ടർമാർ തന്നെ എത്രയോ ഡോക്ടർമാർ പറഞ്ഞാൽ അവർ കാര്യങ്ങൾ പറയും. ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാകുന്നതെന്നൊന്നും അവർ നോക്കത്തില്ല. കാരണം നമ്മളെ ഇങ്ങനെ സൂചിപ്പിച്ച് കുഴപ്പമില്ല, ഇതൊക്കെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നാളെ ആളപായം ഉണ്ടായി നമ്മൾ പറയും ഒരു കുഴപ്പമില്ലെന്ന് ഈ ഡോക്ടർ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ ആൾ ചത്ത് കിടക്കണമെന്ന് പറയും, അവിടെ കേസ് കൊടുക്കും അവർക്കെതിരെ, പിന്നെ അവിടെ കുടുംബിക്കേണ്ടി വരും. അത് കാരണം അവർ പറയും കുഴപ്പങ്ങളുണ്ട്, ഇന്ന കുഴപ്പങ്ങളുണ്ട്, അതിന് ഇന്ന മരുന്നുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ന ഓപ്പറേഷൻ ഉണ്ട്, അതുണ്ടായാലും ഇത്ര ശതമാനമേ റിക്കവറി ഉള്ളു. എല്ലാം പച്ചക്ക് മുഖത്ത് നോക്കി രോഗിക്ക് മിക്കവാറും 120 പ്രഷറെങ്കിൽ ഡോക്ടറുടെ നിന്ന് ഇറക്കുമ്പോൾ 180 അതാണ് ഇപ്പോൾ എല്ലാ ഡോക്ടർമാരുടെ എങ്ങനെയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം മാത്രമേ നമുക്കുള്ളത്. അതാണ് സംഭവം. അപ്പം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ, നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ മുമ്പിലുള്ള കാര്യങ്ങളും തമ്മിൽ ടാലിയാകാതെ വരും. അത് ടാലി ആകാഞ്ഞിട്ടല്ല മക്കളെ, നിങ്ങളുടെ എൻ്റെയോ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ കഴിവിനപ്പുറത്താകണത് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമെന്നുള്ള സൂചന അല്ലേ ഉള്ളത്. എന്താണ്? നമുക്ക് ചെയ്യാനോ നമ്മൾക്ക് പരിഹരിക്കാനോ പറ്റാത്ത പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആര് പരിഹരിക്കും? നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നെങ്കിൽ പിന്നെ അതാരാ പരിഹരിക്കേണ്ടത്? കർത്താവാണ് പരിഹരിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണമെന്നാണ് ബൈബിൾ പറയണത്. എന്താ പറയണത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യണം. അതാണ് സംഭവം. അതാണ് ജോർദാൻ പിളർത്തും മുമ്പ്. ജോർദാനൊക്കെ പിളർത്തി എങ്ങനെയാണ് പറഞ്ഞത്? ജോർദാൻ കരകവിഞ്ഞ്, ഞങ്ങൾ ജോർദാനിൽ ചെല്ലുമ്പോൾ പോലും ജോർദാൻ നദി ഇത്ര കണ്ട് ആ ഗേറ്റ് വരെ വീതിയുണ്ട്. ജോർദാൻ നദി ഞങ്ങൾ നിന്ന സ്ഥലത്ത് ഗേറ്റ് വരെ വീതിയുണ്ട്. അത് നല്ല സമ്മറിലാണ് പോയത്, വേനൽക്കാലത്ത് നദി വറ്റിക്കിടക്കുമ്പോഴാണ്. എന്നിട്ട് പോലും ഇറങ്ങുകയാണെങ്കിൽ 2-3 ആൾ താഴ്ച ഉണ്ടത്. ഈ ജോഷുവയുടെ കാലത്തെ ജോർദാൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 3 ഇരട്ടിയുണ്ട്. പക്ഷേ ഇതെങ്ങനെ ചെയ്യണത്? ഇവർ കൊണ്ടുപോയി ഉടമ്പടി പേടകം, അതിലെന്തായിരിക്കണത്? കർത്താവിൻ്റെ വചനം, പിന്നെ എന്താണ്? ആകാശത്തു നിന്ന് മന്ന പൊഴിച്ച മന്ന
പിന്നെന്താണ് അഹരോൻ്റെ പൂത്തവടി. ആ രണ്ട് കാര്യങ്ങളും പ്രശ്നമാണ്. ഒന്ന് ഉണക്കവടിയാണ്, കർത്താവ് തൊട്ടപ്പോഴത് തളർത്ത്. മറ്റത് ഭക്ഷണമില്ല ഈ ഭൂമിയിൽ, ദൈവം അറിയാത്ത ഭക്ഷണം ആകാശത്ത് നിന്ന് കൊടുത്തതാണ്. അപ്പോൾ തീരുമാനം എപ്പോഴും വരണം എവിടെ നിന്നായിരിക്കും? മുകളിൽ നിന്നായിരിക്കും വരണത്. ഈ രണ്ട് സംഭവമാണ് ഉടമ്പടി അകത്തിരിക്കുന്നത്. ഇത് ഈ ദൈവ സാന്നിധ്യത്തെയും കാവിക്കൊണ്ട് പുരോഹിതന്മാരുടെ കാൽപാദങ്ങൾ ജോർദാനിൽ നനയുമ്പോൾ ജോർദാൻ വിണ്ടുമാറും. ഇങ്ങനെ അതാരാ വിണ്ടുമാറ്റണത്? ദൈവം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണത് പഴയ നിയമ വിശ്വാസം, പഴയ കാലങ്ങളിലെ വിശ്വാസം ഇന്ന് സാധ്യമാണെന്ന് തന്നെയാണ്. എന്നോട് പലരും പറഞ്ഞു, അച്ഛൻ്റെ വിശ്വാസങ്ങളിൽ യുക്തിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിരിക്കും. കാര്യം യുക്തി എന്താ, അച്ഛന് വിശ്വാസമാണ് കൂടുതലായിട്ട് അച്ഛൻ പ്രൊമോട്ട് ചെയ്യണത്. പക്ഷെ അതിനകത്ത് യുക്തിയില്ല. യുക്തി ചേർന്ന വിശ്വാസം പറയണമെന്ന് അച്ഛന്മാർ തന്നെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, യുക്തിപൂർവ്വം ഒരാൾ സംസാരത്തിന് പണി കിട്ടിയ ആളാണ് ഈ ഇരിക്കണത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ രാജാവായിരിക്കും. ദാവീദിന് സിംഹാസനം അവന് നൽകപ്പെടും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും. ഇങ്ങനെ മംഗളവാർത്ത പ്രവചനങ്ങൾ നടത്തിയപ്പോൾ അമ്മ ഒറ്റ ചോദ്യം ചോദിച്ചു. വളരെ യുക്തിപൂർവമായിട്ടാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. യുക്തിപരമാണ്. ഒരു കുട്ടി ഉണ്ടാകണം, ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ സ്ത്രീ പുരുഷ സംയോഗം വേണമെന്നുള്ളത് സ്വാഭാവികമായ യുക്തിയാണ്. ആ യുക്തിയാണ് അമ്മ ചോദിച്ചത്. റീസണാണ് അമ്മ ഉപയോഗിച്ചത്. അപ്പോൾ മാലാഖ് പറഞ്ഞു, മേരി നീ റീസണബിളായിട്ടാണ് സംസാരിക്കുന്നത്, റീസണിൻ്റെ അപ്പുറത്ത് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. നീ ബുദ്ധിപരവും യുക്തിപരവുമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഈ യുക്തിയുടെ അപ്പുറത്ത് കാര്യങ്ങളുണ്ട്. എന്താണ് യുക്തിയുടെ അപ്പുറത്തുള്ള കാര്യങ്ങൾ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പ്രൈസ് ദ ലോർഡ്. അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. ഒന്ന് പറഞ്ഞേ, അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അതാണ് യുക്തിയുടെ അപ്പുറത്തുള്ളത്. എന്താണ്? ശക്തിയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 34 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോഴും ഈശോ നമുക്ക് അനുസ്മരിപ്പിച്ച് തന്നത്. അതായത് ഇതിൻ്റെ യുക്തി എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം ദൈവം എന്താ പറഞ്ഞത്? ഇത് യുക്തിയിലല്ല വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ ശക്തിയിലാണ്. അപ്പോൾ യുക്തിയിൽ വർക്ക് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം എങ്ങനെ വർക്ക് ചെയ്യണം? ശക്തിയിൽ വർക്ക് ചെയ്യണം. അത്രയുള്ള കാര്യങ്ങളാണ്. ഇപ്പം നീ 10 പ്രാവശ്യം IELTS എഴുതി തോറ്റ്, അപ്പോൾ യുക്തിയിൽ അത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. എന്താ കാര്യം? നിനക്കറിയാം നിൻ്റെ ഫീസ് സ്പീക്കിംഗ് എന്താണെന്ന് നിനക്കറിയാം, നിൻ്റെ റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി നിനക്കറിയാം. 10 പ്രാവശ്യം എഴുതുമ്പോൾ അതിൻ്റെ മൊഡ്യൂൾസിന് നിനക്ക് കിട്ടുന്ന കവറേജ് നിനക്കറിയാം. യുക്തി അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ഉണ്ടായിരുന്ന ഒരു സാക്ഷ്യം. 4 പ്രാവശ്യം IELTS എഴുതി തോറ്റു, 5-ാം പ്രാവശ്യം എഴുതി ഉടമ്പടി ചെയ്തു, ജയിച്ചു. എന്താ കാര്യം? അവിടെ 4 പ്രാവശ്യം യുക്തിയാണ് വർക്ക് ചെയ്തത്, തോറ്റു. പിന്നെന്താ വർക്ക് ചെയ്തത്? ശക്തി വർക്ക് ചെയ്തത്. അതാ ലൂക്ക 1:34, 35. ഇതെല്ലാം മരിയൻ മെക്കാനിസംസാണ്. അതായത് എവിടെയെങ്കിലും യുക്തി, ഇപ്പം നിനക്ക് കടമുണ്ട്, ഇപ്പം നിനക്ക് 1 കോടി കടമുണ്ട്. ഞാൻ എപ്പോഴും കടക്കാരെ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം കേരളം മുഴുവൻ കടത്തിൽ വരികയാണ് ആൾക്കാർ, ഇക്കോണമി ചേഞ്ച് ചെയ്തതിൻ്റെ പേരിലും പിന്നെ നമ്മൾ അറിയാതെ എടുത്ത ചില വിശ്വാസത്തിൻ്റെ പേരിലും. ചില ആൾക്കാരെ വിശ്വസിച്ചല്ലേ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണത്. അവർ നമ്മളെ പറ്റിക്കുമ്പോഴും നമ്മൾ വല്ലാണ്ടായി പോകും. ചില സമയത്ത് പെട്ടെന്ന് ചില നമ്മളുടെ ഇപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛാ
ഞാൻ കയറ്റി വെച്ച ചെമ്മീനെല്ലാം തിരിച്ചു പോരുകയാണെന്ന്. അമേരിക്ക അതിൻ്റെ അകത്ത് ബാക്ടീരിയ കണ്ടെത്തിയ കാരണം റിജക്റ്റായി. ചെമ്മീനൊക്കെ ലോഡ് കണ്ടെയ്നർ കണക്കാണ്. ഒരു 3 കോടി രൂപ 1.5 കോടി രൂപ കടം വരും. ഏത് കാലത്ത് ആ മനുഷ്യൻ പൊങ്ങി വരാനാ? ആ കേസ് നമ്മൾ പിടിക്കും. എന്താ കാര്യം എന്നറിയാവോ? അതിന് യുക്തി വർക്ക് ചെയ്യത്തില്ല. പിന്നെ എങ്ങനെ വർക്ക് ചെയ്യും? ശക്തി വർക്ക് ചെയ്യും. ശക്തി എവിടെ നിന്നാണ് വർക്കണത്? അത്യുന്നതൻ്റെ ശക്തി. ഈ ശക്തി നമ്മളിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരുവപ്പെട്ട് കൊടുക്കുന്നത്. അവൻ പറയണത് പോലെ ചെയ്ത് ശക്തി ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആത്മാവിനെ നമ്മൾ പരുവമാക്കുകയാണ്. അതാണ് ഞങ്ങൾ കൗൺസിലേഴ്സിനെ വെച്ച് വളരെ കാർക്കശമായിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ച് വേണം ഒപ്പം സഞ്ചരിച്ച് നിങ്ങൾ എത്തണം. കാര്യം നമ്മൾ ഉടമ്പടി പുരോഗമിക്കും തോറും വ്യക്തി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഉടമ്പടി കൃത്യമായിട്ട് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണതെങ്കിൽ. ജോസഫച്ചനെ കാണാൻ വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണിയായിരിക്കും. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിട്ട് വേണം, ഇതെല്ലാം തീർത്തിട്ട് വേണം അച്ഛനെ കാണാൻ. അവൻ്റെ കാര്യം നടക്കത്തില്ല ഉറപ്പായിട്ട്. എന്താ കാര്യം എന്നറിയാവോ? നിങ്ങൾ ആ ഉടമ്പടിയുടെ സ്പിരിറ്റിലല്ല ചെയ്തിരിക്കണത്. ഉടമ്പടിയുടെ മർമ്മം ജോസഫച്ചനല്ല. ഉടമ്പടിയുടെ മർമ്മം ദൈവമഹത്വമാണ്. ചെയ്യേണ്ട ഒരു പത്രം വരെ നമ്മൾ കൊടുക്കണത് ഉള്ളിൽ പ്രാർത്ഥിച്ച് കൊടുക്കണം. കർത്താവേ, ഞാൻ അറിഞ്ഞതുപോലെ ഈ പത്രം വായിക്കുന്നവർ ദൈവത്തിനെ അറിഞ്ഞ് അവരുടെ ആത്മാവ് രക്ഷപ്പെടാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ ഇതെങ്കിൽ നാശം ഇതെങ്ങനെ കൊടുത്തു തീർക്കണമല്ല, നീ പത്രം നീ കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അപ്പോഴും അവളുടെ കാര്യത്തിൽ തീരുമാനമാകും. എന്താ കാര്യത്തിൽ എവളെ വേറെ എന്തോ കാര്യം വേണ്ടി വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇന്തുട്ടി പ്രശ്നം എന്തോ കാട്ടിക്കൂട്ടി ഒപ്പിച്ചിരിക്കുക. ഈ സാധനത്തെ കാണുമ്പോൾ തന്നെ ഞാൻ കയറ്റോടെ അടിക്കും. കറങ്ങിത്തിരിഞ്ഞ് ഒടിഞ്ഞു മടങ്ങി പറ്റിച്ച് അവിടെയും പറ്റത്തില്ല, അവിടെ ഈ ഉടമ്പടി പുതുക്കായിരിക്കുന്ന ആൾക്കാരെ പറ്റിക്കുക ധൃതിക്ക്. പക്ഷേ ഇവർ സ്പിരിറ്റിലായിരിക്കും അതിന് സംഭവം ചെയ്യണത്. നിങ്ങൾ വളരെ അതായത് ഇത് ജീവിക്കണ ദൈവത്തിൻ്റെ ശുശ്രൂഷ നമ്മൾക്ക് ഈ ലോകത്ത് മാത്രമല്ല നിത്യത വരെ നിങ്ങളെ ഉടമ്പടി സഹായിക്കും. കാര്യം ഈ വിശ്വാസി വേദസാക്ഷിയായി മാറും. ഇതെല്ലാം ഔട്ട് ഓഫ് ലവ് ചെയ്യേണ്ടതാണ്. ദൈവത്തോടുള്ള മരണസ്നേഹത്താൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, നിന്നോടുള്ള തീഷ്ണതയാൽ നിന്നെ ലോകത്തിന് കൊടുക്കാനുള്ള അപ്പോസ്തല അഗ്നിയഭിഷേകത്താൽ ഉടമ്പടി നിറവേറ്റി ദൈവമഹത്വത്തെ കരയേറ്റുവാൻ എന്നെ ഉപകരണമാക്കണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? മിനിയെന്നിവിടെ ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങളുണ്ടായിരുന്നു. ഞായറാഴ്ച കാരണം എല്ലാവർക്കും വരാൻ എളുപ്പമായിരുന്നു. അന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അന്ന് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒരു സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ? സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അതായത് അത് ഗൾഫിൽ, അയാളുടെ സ്പോൺസർ, അയാൾക്ക് വിസ കൊടുത്ത ആൾ സ്പോൺസർ അറബിയുടെ ഒരാൾ ജയിലിൽ കിടക്കണുണ്ട്. അയാളെ ജാമ്യത്തിൽ ഇറക്കണം. അതിന് അറബി എന്ത് ചെയ്ത്, നമ്മുടെ നാട്ടിലുള്ള ആൾ അറബിയുടെ വേറെ ഒരു പണിക്കാരനുണ്ട്, ജോലിക്കാരനുണ്ട്. അവൻ്റെ പാസ്പോർട്ട് കൊണ്ടുപോയി വെച്ചിട്ട് അറബി തൻ്റെ കൂട്ടുകാരനെ പുറത്തിറക്കി, ജയിലിൽ നിന്ന് ഇറക്കി. പക്ഷെ ഒരു കുഴപ്പമുണ്ടായി. ആ ജയിലിൽ നിന്ന് ഇറക്കിയവൻ ജാമ്യത്തിൽ ഇറങ്ങിയതില്ലേ, ഈ പാസ്പോർട്ടിന് ജാമ്യത്തിൽ അവൻ മുങ്ങിക്കളഞ്ഞു. മുങ്ങിക്കളഞ്ഞിട്ട് അവനെ കാണാനില്ല. അറബിക്ക് അറിയത്തില്ല ഇവിടെ പോയെന്ന്. അവൻ ഭയങ്കര ഫ്രോഡായിരുന്നു. അതോടുകൂടി എയർപോർട്ട് ബ്ലോക്കായി. ഇവൻ്റെ പേരടിക്കുമ്പോൾ ഈ പാവപ്പെട്ടവനാണ് ഇവൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അവൻ്റെ പേര് കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ ബ്ലോക്ക് അടിക്കും. എയർപോർട്ട് ബ്ലോക്ക്. അവൻ നാട് വിട്ടു അവിടുന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരാൻ പറ്റണില്ല. കാര്യം അവൻ്റെ പാസ്പോർട്ട് വെച്ച് ജാമ്യം എടുത്തവൻ മുങ്ങിയത് കാരണം അവന് എയർപോർട്ട് ബ്ലോക്കായി. അങ്ങനെ 1 മാസം 2 മാസം ഈ അറബി 3 മാസം പട്ടാങ്ങി പറയണ വരും തീർച്ചയായിട്ടും വരും അവൻ. അപ്പോഴേ നിനക്ക് പോകാൻ പറ്റും, നാളെ വരും, മറ്റന്നാൾ വരും,
3 മാസം കഴിയുമ്പോൾ ഇങ്ങനെ 1.5 കൊല്ലമായി അവൻ്റെ അമ്മ ഇവിടെ നാട്ടിൽ കിടന്ന് വിഷമിക്കുകയാണ് വല്ലാതെ. അവർ വന്ന് അവസാനം പട്ടാങ്ങി അമ്മയോട് പറഞ്ഞു, അമ്മ ഉടമ്പടി ചെയ്ത് ഇങ്ങനെ ഇതാണ് സംഭവം, എയർപോർട്ട് ബ്ലോക്കാണെന്ന് ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ നിയമം മാറി, അവിടെ പുതിയ നിയമം വന്നു അവിടെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇവൻ്റെ മൊബൈലിലോട്ട് വരികയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു, പുതിയ നിയമം വന്ന കാരണം നിങ്ങൾക്ക് ഇനി നിങ്ങളത് ബാധ്യതയില്ല, അതുകൊണ്ട് ദയവായിട്ട് പാസ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കണേ. പാസ്പോർട്ട് കൊണ്ടുവന്ന് അവൻ്റെ മുറി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ. അതിനേക്കാൾ രസം എന്ന് വെച്ചാൽ ഇവർ ഈ പാസ്പോർട്ട് കിട്ടണ ദിവസം തന്നെ മറ്റവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പല പരിപാടി ഉണ്ട് കയ്യിൽ. അതായത് ഇത് യുക്തിയിലാണ് വർക്ക് ചെയ്യണത്, അല്ല ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ഉടമ്പടി വർക്ക് ചെയ്യണ യുക്തിയിലല്ല, ഒരു രാജ്യത്തിന് നിയമം അമ്മ മാറ്റും. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇങ്ങനെ ഈ യുക്തിയല്ല ശക്തിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അതിൻ്റെ ഡൈനാമിക്സും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എങ്ങനെ ശക്തി ധരിക്കാവുന്നതിനെക്കുറിച്ച് പറയണത്. നമ്മളെ ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ എഴുതണില്ലേ, അതെല്ലാം ഇപ്പം 3 പ്രാവശ്യം വചനങ്ങൾ, 3 പാപങ്ങൾ ഉപേക്ഷിക്കുക അല്ലേ. ആ 3 പാപങ്ങൾ ഉപേക്ഷിക്കുന്ന പറയുമ്പോൾ ഒരാഴ്ച കൊണ്ട് 3 പാപമോ 1 മാസം കൊണ്ട് 3 പാപം ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കൈയും കെട്ടിയിരിക്കരുത്. 3 പാപം നിങ്ങളിപ്പോൾ 45 വർഷം ഇപ്പോൾ ഉടമ്പടി തുടങ്ങിയതിന് ശേഷമാണല്ലോ. ഞാൻ ധ്യാനം തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാമല്ലോ, 84 തുടങ്ങിയതാണ്. 84 തൊട്ട് ധ്യാനിപ്പിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഉടമ്പടി വരുന്ന ചില മദ്യപാനങ്ങളും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തിയെന്ന് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടുകയാണ്. കാര്യം എന്താണെന്നറിയാമോ, 45 വർഷമായ മദ്യപാനം, 35 വർഷമായ ലഹരി പദാർത്ഥ ഉപയോഗമൊക്കെ നിൽക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? 3 പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ 3 പാപങ്ങൾ ഉപേക്ഷിക്കും. അതിനൊരു മാസം കൊണ്ട് 3 പാപം ഉപേക്ഷിച്ച് വിചാരിച്ചോ, പക്ഷേ അടുത്ത മാസം എന്ത് ചെയ്യും? അടുത്ത മാസം അയാൾ വെറുതെ കൈ കഴുകിട്ടിരിക്കും. അങ്ങനെയല്ല, 3 പാപം ഉപേക്ഷിച്ചാൽ അടുത്ത മാസം അടുത്ത 3 പാപത്തെ ടാർഗറ്റ് ചെയ്യണം. ദൈവത്തിന് നമ്മൾ സിൻസിയറാണെന്ന് തോന്നണം. കാര്യം ഈ നിയമം മാത്രം നിറവേറ്റിയ പ്രതിഫലം കിട്ടുന്ന രീതിയിലല്ല ബൈബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളോട് ഞങ്ങൾ എന്താ പറഞ്ഞത്? 3 പാപം ഉപേക്ഷിക്കുക. ഇപ്പം നമ്മൾ അസൂയ ഉണ്ടായി, ഇപ്പം തന്നെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, വിദ്വേഷം ഉണ്ടായി, അല്ലെങ്കിൽ അരിശമുണ്ടായി എന്ന് പറയും. അപ്പോൾ അമ്മച്ചി മരുമോള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വന്നപ്പോഴും വീടടച്ചിട്ടപ്പോൾ പുറത്ത് നിർത്തിയപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി ഇല്ലേ. പക്ഷേ അമ്മച്ചി ആ മരുമകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് അതിനകത്ത് വൈരാഗ്യം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം ഇല്ലേ. അപ്പോഴേ കർത്താവ് ചോദിക്കും, വൈരാഗ്യം ഉണ്ടല്ലേ, അപ്പോഴേ കുന്നും മലയും നിരപ്പാകാതെ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ, വളഞ്ഞത് നേരെയാകാതെ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതാണ് ലൂക്കായുടെ സുവിശേഷത്തിലായാലും 3 തൊട്ടുള്ള വചനങ്ങൾ, 3:10 തൊട്ടുള്ള വചനങ്ങൾ യോഹന്നാൻ്റെ പ്രഭാഷണങ്ങളാണ്. നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിക്കണേ. കുന്നും മലയും നിരത്തപ്പെടും. അപ്പോൾ അതായത് ആ പ്രഭാഷണം കഴിയുമ്പോൾ ഓരോരുത്തർ വന്ന് യോഹന്നാനൊക്കെ ഒന്ന് ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം എന്താ? ചുങ്കക്കാരൻ ചോദിക്കും, പട്ടാളക്കാരൻ ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ മാനസാന്തരം എന്ന് പറയുമ്പോൾ എന്തോ ചെയ്യണതാണെന്ന് മനസ്സിലായി. അല്ല കൈയും കെട്ടിയിരിക്കണമല്ല, ചെയ്യണതാ. എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയും, മനസാന്തരത്തിന് 2 ഫലങ്ങളാണ്. ഒന്ന് ഭൗതിക ഫലങ്ങളുണ്ടാകും,
അതുപോലെ തന്നെ നിത്യതയുടെ ഫലങ്ങളും ഉണ്ടാകും. ഇപ്പം അമ്മച്ചിയോട് ഈശോ ചോദിക്കണത് എന്താണെന്നറിയാമോ? സ്നേഹിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. 10-70 വയസ്സായല്ല. കർത്താവ് ചോദിക്കണത് എന്താണ്? സ്നേഹിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. 10-70 വയസ്സായല്ല, ഇങ്ങോട്ട് വരാനൊക്കെ സമയമായല്ല. അപ്പോൾ നമുക്ക് ജീവിതം പരാജയമായി. സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ, അപ്പോൾ വല്യമ്മ പറയും സ്നേഹിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കർത്താവ് വേറൊരു ചോദ്യം ചോദിക്കും, എന്താണ്? പ്രതിഫലത്തിന് എന്താണ് അവകാശമെന്ന്. അവിടെയാണ് പ്രശ്നം. കാര്യം ഇതെല്ലാം ഇപ്പം നമ്മൾ ലൂക്കായുടെ സുവിശേഷമാണ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലൂക്ക 6-ാം അധ്യായം 32 മുതലുള്ള തിരുവചനങ്ങളാണ്. 33, 34, അതായത് 6-ാം അധ്യായം. നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കത്തുള്ളെങ്കിൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം? ഇപ്പോൾ 2 കാര്യം ഈശോ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒന്നെന്താണ്? പ്രതിഫലം നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ അവകാശമാണ് പ്രതിഫലം. പക്ഷേ അവകാശം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവകാശം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിതം സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കേണ്ടി വരും. ഉടമ്പടി അതിലെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കത്തുള്ളെങ്കിൽ പ്രതിഫലത്തിന് എന്താ ഈ പ്രതിഫലം എന്ന് പറയണത്? അതായത് ഇപ്പോൾ നമ്മളുടെ 22-ാം അധ്യായം വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ പറയും, ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ടുവരുന്നു എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം പ്രതിഫലം എന്ന് പറയണത് നിത്യതയെ ഉദ്ദേശിച്ചാണ് ഈ പറയണത്. മനസ്സിലായോ? നിത്യത എന്ന് പറഞ്ഞാൽ നിത്യജീവന ഈ പ്രതിഫലം എന്ന് പറയുമ്പോൾ അതായത് വചനത്തിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ ലൂക്ക 6-ാം അധ്യായം 30 തൊട്ട് 38 വരെയുള്ള തിരുവചനങ്ങളിലെല്ലാം പ്രതിഫലം പറയുന്നുണ്ട്. പ്രതിഫലത്തിന് എന്താണ് അവകാശമെന്ന്. അപ്പോൾ നമ്മൾക്ക് പ്രതിഫലം എന്ന് പറയണത് ഈശോ ക്രൂശിക്കപ്പെട്ടിട്ട് നേടിയെടുത്തതാണ് പ്രതിഫലം. ഈ പ്രതിഫലം ഉണ്ടാക്കിയതാരാ? ആളിൻ്റെ കുരിശുമരണമാണ് ഉണ്ടാക്കിയത്. ഈ ആളിൻ്റെ കുരിശുമരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണത് എന്താണ്? നിത്യജീവനാണ്. കൃപയ്ക്കാണ് ഈ പ്രതിഫലം എന്ന് പറയണത്. നീ സ്നേഹിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കത്തുള്ളെങ്കിൽ ഞാൻ നേടിയെടുത്ത അപ്പൻ്റെ പ്രസാദത്തിൽ, നിൻ്റെ ആത്മാവിനെ പറ്റുന്ന പ്രസാദത്തിൽ, നിത്യമഹത്വത്തിന് നിനക്കെന്താണ് അവകാശമെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പ്രശ്നം പറയണത് എന്താണെന്നറിയാവോ മക്കളെ? അതായത് ജീവിത അനുഭവങ്ങൾ 2 തരമാണ്. അതായത് നമ്മളോട് സ്നേഹം കാണിക്കുന്നവരെ, നമ്മളെ സന്ധിക്കുന്നവരെ, സംരക്ഷിക്കുന്നവരെ നമ്മൾക്ക് തരണ എന്താ? ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് തരണത്. അപ്പം നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അപ്പോൾ ചില മരുമക്കളെക്കുറിച്ച് ചില അമ്മമാർ വന്ന് പറയും, എൻ്റെ അച്ഛാ പ്രാർത്ഥിച്ച മാതാവ് തന്നതാ എൻ്റെ മകളെ. സത്യം പറയാമല്ല അച്ഛാ, അവൾ കേൾക്കണില്ല, എൻ്റെ മകളേക്കാൾ സൂപ്പറാണ്. അത് ഞാനൊരു 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട്, നല്ല മരുമക്കൾ, സൂപ്പർ മരുമക്കൾ. അപ്പോൾ ഞാനൊന്നും മിണ്ടത്തില്ല. എന്താ കാര്യം എന്നറിയാവോ? അത്രയും നല്ല മരുമകൾക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റണത് എന്താ? 70 കൊല്ലത്തെ കഞ്ഞിയും ചോറും വേണേൽ കുളിപ്പിച്ചും കൊടുക്കും, അത്രേ ഉള്ളൂ. ഇത്രയും നല്ലൊരു മരുമകൾക്ക് അമ്മായി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റണത് എന്താ? 85 വർഷം വരെ ജീവിച്ചിരിക്കണമെങ്കിൽ ഭക്ഷണം കൊടുക്കും, മരുന്ന് വാങ്ങിച്ച് കൊടുക്കും, അമ്മ കിടക്കാൻ നേരത്ത് വേണമെങ്കിൽ വീശി കൊടുക്കും, അത്രയൊക്കെ ഉള്ളു. വേണമെങ്കിൽ അനങ്ങാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, പിടിച്ചുകൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ കുളിപ്പിക്കും. ഏത് ഈ ശരീരത്തിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. അത് ഇത്ര കൊല്ലം കാണിക്കാൻ പറ്റും? 80 കൊല്ലം മാക്സിമം. പക്ഷെ മറ്റേ മരുമകളില്ലേ, അവളാണ് നമുക്ക് നിത്യത തരണത്. എന്താ കാര്യം എന്നറിയാവോ? അവൾ ഈ ഭൂമിയിൽ നിന്നെ വളർത്തുകയാണ് ശരിക്കും. എന്താണ്? ക്ഷമ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, സഹനം. അവളാണ് എൻ്റെ യഥാർത്ഥത്തിൽ ആൾ. അവൾ അറിയുന്നില്ല. പക്ഷെ നിൻ്റെ കയ്യിലാണ് താക്കോലിരിക്കുന്നത്. അതായത് നമ്മൾക്ക്, എൻ്റെ മക്കളെ,
ഈ കുരിശെന്ന് പറഞ്ഞാൽ എന്താ? ഈശോ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചില്ലേ, അപ്പം സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അപ്പം അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ പേരെന്താ? കുരിശ്. നമ്മൾ കുരിശെന്ന് ആദ്യമേ പറഞ്ഞാണ് കുളമായി പോയത്. അങ്ങയുടെ ഇഷ്ടമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ ഇഷ്ടമല്ലാത്തതെല്ലാം അങ്ങയുടെ ഇഷ്ടമാണ്, അതാണ് കുരിശ്, അതാണ് നിത്യത. കൈയടിച്ച് കടത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 22 വാക്യം, ജ്ഞാനം 2:22, ദൈവത്തിൻ്റെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ ഒന്ന് പറഞ്ഞേ. അവരറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ ഉടക്കി നിൽക്കുന്ന അവരെ വീട്ടിലകത്തോട്ട് കയറ്റാൻ മരുമകളാണ് ദൈവത്തിൻ്റെ നിഗൂഢമായ ലക്ഷ്യം. ഇവളോട് ക്ഷമിക്കുന്ന വഴി എന്ത് പറ്റുന്നു? നിൻ്റെ പ്രതിഫലം വർദ്ധിച്ചു വരികയാണ്. സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം? കർത്താവ് വരുമ്പോൾ കൊണ്ടുവരണത് എന്താ? വെളിപാട് 22:12, ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ വീണ്ടും വരവിൽ നിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? നിൻ്റെ നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദൈവവേദനേ, നിന്നെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും നമുക്കൊരുപോലെയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? സ്നേഹിക്കുന്നവരോടും സ്നേഹിക്കാത്തവരോടും നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ഒരേ സ്നേഹം കാണിച്ചാൽ നിനക്ക് പ്രതിഫലത്തിന് അവകാശം ഉണ്ടാകും. നീ അവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും ചെയ്യണം. അതുകൊണ്ട് ഇനിമേൽ ആരോടും നമുക്ക് പരിഭവമില്ല, പരാതിയില്ല. അവരങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് വെച്ചുകൊണ്ട് ശേഷം പറച്ചിലില്ല, നമ്മൾ പരദൂഷണമില്ല, ഒന്നുമേയില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ യുക്തിയല്ല. നമ്മുടെ ഉടമ്പടിയിലിരിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ 21 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ എങ്ങനെ മക്കളുണ്ടാകണത്? ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണത്, വേറെ ഒന്നുമല്ല. ഭൂമിയിൽ നിന്ന് മുളച്ചു തന്നെ അല്ലത്. അങ്ങനെ മുളച്ചു വരാനാണെങ്കിൽ 21 വർഷം അവർ സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങൾക്ക് നല്ല പ്രായമുണ്ട്, നമുക്ക് സന്തോഷം തോന്നും, ഈ പ്രായത്തിലും ദൈവത്തിന് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന്. അതെന്താ? യുക്തിയിലല്ല അത്. ഇപ്പോൾ മത്തായി 3:9 ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തിൻ്റെ സന്തതി ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പറയുന്നത് യുക്തി എന്നാണോ ശക്തി എന്നാണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. മക്കളെ, ശക്തി പ്രവർത്തിക്കുമ്പോൾ ശക്തി പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പരുവപ്പെടണം. എന്താ കാര്യം? ശക്തി എങ്ങനെ പ്രവർത്തിക്കണത്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. ഇപ്പം 2 കൊരിന്ത്യർ 12:9-10 ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ അപ്പോൾ എന്നിട്ട് പറയും, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത്. എങ്ങനെയാണ് നമ്മൾ ബലഹീനനായിരിക്കണത്? ഇപ്പോൾ അകത്ത് കയറ്റാത്ത മരുമകളില്ലേ, അവൾ മൃഗത്തിനേക്കാൾ താഴ്ന്ന സാധനമാണത്. പക്ഷെ അവരോട് മനുഷ്യരെക്കാൾ നിലവാരത്തോടെ നമ്മളവരോട് അതാണ് ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവെന്ന് റോമ 14 പറയണത്. എന്താണെന്നറിയാവോ? നമ്മൾ ബലഹീനമായിക്കൊണ്ടിരിക്കുക. ക്ഷമിക്കാൻ ഒരിക്കലും അർഹതയില്ലാത്തവരോട് നമ്മൾ ക്ഷമിക്കും. സഹിക്കാൻ നമുക്ക് അവകാശമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സഹിക്കും. എന്താണ്? കർത്താവിനെ പ്രതി നമ്മളെ തന്നെ ബലഹീനമാക്കുമ്പോൾ അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങൾ സങ്കടത്തോടെയും തന്നെ പ്രാർത്ഥിക്കണം, കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം.
നിങ്ങളുടെ അവസ്ഥകളെ സർവശരണത്തോടും കൂടിയാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വെക്കുന്നത്. നിങ്ങളെ ഈശോ തന്നെയാണ് അമ്മ സന്നിധാനത്തെ കൊണ്ടുവന്നത്. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോയ്ക്ക് അത് എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ്. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ യോഗ്യതയേക്കാൾ ഉപരി അമ്മയുടെ യോഗ്യതയാൽ നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ വേണ്ടിയാണ് അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവെ, അസ്ഥി രോഗികൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ, ഈശോ, അസ്ഥി രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. അസ്ഥി ദ്രവിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവെ. ഈശോ, നടുരോഗങ്ങൾ കർത്താവ് സ്പർശിക്കണമേ. അസ്ഥിക്കുഴകള് അങ്ങ് സ്പർശിക്കണേ കർത്താവേ. ചെറിയ അസ്ഥി മുതല് ചെവിയിലുള്ള ചെറിയ അസ്ഥി മുതൽ തുടയിലുള്ള വലിയ അസ്ഥി വരെ കർത്താവേ തിരു രക്തത്താൽ കുളിപ്പിക്കണമേ കർത്താവേ. തിരു രക്തത്താൽ സ്നാനം ചെയ്യിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തില് അസ്ഥി രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോടേ. കർത്താവേ, എസെക്കിയേൽ 37 പ്രാർത്ഥിക്കുന്നു. അസ്ഥികളെ ഉണർന്നെഴുന്നേൽക്കുക, ജീവൻ പ്രാപിക്കുക. കർത്താവേ, സൗഖ്യത്തെ നന്ദി പറയുന്നു. വേദനയല്ല മക്കളെ, അത് ഇടത് പതകിന് 4 അസ്ഥികൾക്ക് ദ്രവിപ്പുണ്ട്. അതുമൂലം തന്നെ എപ്പോഴും ഇടയ്ക്കിങ്ങനെ വേദന കൊണ്ട് ഉരുകുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വേദന ഉള്ള അസ്ഥി ശ്രദ്ധിക്കുക. അസ്ഥി വേദനയുള്ള അല്ലെങ്കിൽ പേശി വേദനയുള്ള സ്ഥലത്ത് നിന്ന് കുറേ രോമങ്ങൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. മുട്ട് പ്രത്യേകിച്ച് ഈശോ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അതായത് രോമങ്ങൾ കൊഴിഞ്ഞു പോവുകയും വേദനയുള്ള ആ വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. അടുത്ത പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് അങ്ങനെയുള്ള രോഗികൾ, അടയാളം കിട്ടിയിട്ട് സന്ദേശം തരുന്ന രോഗികൾ അടുത്ത പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതായത് ഇപ്പോൾ വീണ്ടും ഈശോ കാണിക്കണം നമ്മുടെ ഇടുപ്പലില്ലേ, ഇടുപ്പലിനുണ്ടാകുന്ന ബലക്ഷയങ്ങൾ, ഭാരം എടുക്കാൻ പറ്റാത്ത വ്യക്തികൾ, ഭാരം തൂക്കാൻ പറ്റാത്ത വ്യക്തികൾ, കുറച്ചധികം ദൂരം നടക്കുമ്പോൾ എല്ല് വേദനിക്കുന്ന വ്യക്തികളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, കരള്, കിഡ്നി, ഹൃദയം, ഇത്രയും അവയവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ അവയവത്തിനൊക്കെ വേദനയും രോഗവും ഉള്ളവർ, അത് ചികിത്സ ചെയ്തിരിക്കുന്നവർ, ആ കിഡ്നിയുടെ ഭാഗത്താണെങ്കിൽ നടുവരിൻ്റെ മൂടിൻ്റെ മുകളിൽ, കരളിൻ്റെ ആൾക്കാർ നെഞ്ചത്തും, ഹൃദയത്തിൻ്റെ ആൾക്കാർ അതിൻ്റെ ഒരേ സ്ഥലത്ത് തന്നെ കൈവെക്കേണ്ടത്. മറ്റുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കരള് രോഗികളെ സൗഖ്യപ്പെടാൻ വേണ്ടി ഞങ്ങളിപ്പോൾ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരളിന്റെ അസുഖം കാരണം ഉള്ളിൽ പൊള്ളുന്നവരെ ഈ നിമിഷം സുഖപ്പെടുത്തിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഉദര രോഗങ്ങളെ, കുടൽ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, മൂത്രസിസ്റ്റുള്ളവര്, കുടലിൽ കുരുക്കളുള്ളവര്, അൾസർ രോഗികള്, ആർഎസ്എസ് രോഗികള്, യേശുനാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, മാരകമായ രോഗങ്ങള് ഈ നിമിഷം തത്സമയം സൗഖ്യപ്പെടുത്തലേ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ.
നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിവാഹ തടസ്സമുള്ളവരെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ജോലി ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോഴുള്ള ജോലി കൊണ്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ പറ്റാത്തവർ, കടങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, വിദേശ പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിൽ ജോലിക്കും പഠനത്തിനും വേണ്ടി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തിക ബാധ്യതയുള്ളവരെല്ലാവരും ശക്തമായ ശ്രുതിയുടെ ഹല്ലേലൂയ. ഈശോ എല്ലാ മക്കളെ കർത്താവിൻ്റെ വലിയ ശക്തി വെക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ മാർഗ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, മാർഗ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. യാത്രയിലായിരിക്കുന്നവരെ, അതായത് ഈ മാസവും യാത്ര ഉള്ളവരെ, രാജ്യം വിട്ട് പോകുന്നവർ, നാട് വിട്ട് പോകുന്നവരെല്ലാം അച്ഛനെ നിമിഷം ഓർക്കുകയാണ്. സർട്ടിഫിക്കറ്റുകൾ കിട്ടാനുള്ളത്, നമുക്ക് ഇനിയും കിട്ടാത്തവർ, ചില വിദ്യകളിലെന്തുമ്പോൾ സർട്ടിഫിക്കറ്റ് വെച്ചേക്കത്തില്ലേ, അതുപോലെ ചില രേഖകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ടാകും. അതിന് തടസ്സമുള്ളവർ, ജീവിത പങ്കാളികൾ തമ്മിൽ ഒരു തരത്തിലും യോജിച്ചു പോകാതെ വീർപ്പ് മുട്ടിക്കഴിയുന്നവർ, മനസ്സ് ചത്ത് കളഞ്ഞാൽ മതിയെന്ന് തോന്നിയിട്ട് പ്രതികാര ബുദ്ധിയോടുകൂടി ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പൈശാചിക സങ്കടങ്ങളോടെ നടക്കുന്ന വ്യക്തികൾ, സ്വകാര്യ ബുദ്ധിമുട്ടുകൾ കർത്താവ് ഇപ്പോൾ എടുത്തു കാണിച്ചു തരിക. അവിടെയെല്ലാം ഈശോയുടെ വലിയ സ്പർശനം ഇന്നുണ്ടാവും. മഹാലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുന്നവരെ, ചീത്ത പടങ്ങൾക്കും ചീത്ത സൈറ്റുകൾക്കും അടിപ്പെട്ടതിൻ്റെ പേരിൽ കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളില്ലാതിരിക്കുന്നവർ എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതാണ്. കണ്ണിന് കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ചെവിക്ക് കേൾവി മങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, നടക്കുമ്പോൾ കിതക്കുന്നവര്, ഉറക്കമില്ലാത്തവര്, മനോരോഗികള്, മടുപ്പ്, ആഹാരത്തിന് വല്ലാത്ത മടുപ്പുള്ളവര്, മലബന്ധമുള്ളവര്, മൂത്രം ഒഴിക്കുമ്പോൾ വേദനയുള്ളവർ, മൂത്രം വിട്ടിട്ട് പോകാത്തവര്, മൂത്രം പോകാതെ വയറ് വീർത്ത് നിൽക്കണവര്, അതിൻ്റെ പേര് ശരീരം ചൂടായിരിക്കുന്നവർ, കുറെ പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് മടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാതെ വേദനിച്ച് നടക്കുന്നവരെക്കാൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ, കർത്താവേ സ്പർശിക്കണമേ കർത്താവേ, കർത്താവേ സ്പർശിക്കണമേ കർത്താവേ, കർത്താവേ യേശുവിന്റെ ഉന്നതമായ നാമത്തില്, യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, ക്രിസ്തുവിന്റെ അടയാളത്തില് മാർഗ ദുരിതങ്ങള്, തടസ്സങ്ങള് യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, വേണ്ടത്ര വരുമാനമില്ലാത്തവരെ, നിങ്ങൾ അച്ഛന് ഈശോ ഓർപ്പിച്ച് തരുന്നതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വരുമാനമുള്ളവരും ഇതെൻ്റെ കാര്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കരുത്. ഇവിടെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെയുള്ള കുറേ അധികം ആൾക്കാരുടെ സങ്കടങ്ങളായിരിക്കും ഇപ്പോൾ ഈശോ ഓർപ്പിക്കണത്. അപ്പോൾ മറ്റുള്ളവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, അല്ലെങ്കിൽ യേശുവേ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവ്, ചെറിയ വരുമാനക്കാരെ, കിട്ടിയ വരുമാനം കൊണ്ട് ചില വീട്ടിലെ കാര്യം നടക്കാതെ വിഷമിക്കുന്നവരെ, പുതിയൊരു വരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ, മക്കൾ തെറ്റായ പ്രണയബന്ധത്തിൽ കുടുങ്ങി മൊബൈലിനൊക്കെ അടിപ്പെട്ടിട്ട് മക്കളുമായിട്ട് ഭയങ്കര സ്റ്റണ്ടും സമാധാനം നഷ്ടപ്പെട്ടവർ, മദ്യപാനികൾ, മക്കൾ പോലും മദ്യപിച്ചിട്ട് കുടുംബത്തെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവർ, ഈശോ
അങ്ങയുടെ വിശുദ്ധമായ രക്തം കർത്താവേ, അങ്ങയുടെ മക്കളുടെ വിശുദ്ധ രക്തം കർത്താവേ, ഭവനത്തെ തളിക്കണമേ കർത്താവേ. പൈശാചിക ബന്ധനങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധവരും ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാപന ആശീർവാദമാണ്. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. സമാപന ആശീർവാദമാണ്. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. മക്കളെ, നമ്മുടെ ഏറ്റവും വലിയ നേർച്ച വസ്തു എന്ന് പറയുന്നത് കൃപാസനം പത്രമാണ്. പത്രത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടു. വലിയ വിദ്യാഭ്യാസമുള്ളവരും പത്രത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അമ്മയുടെ സാന്നിധ്യമായത് കാര്യം ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് പത്രം വെഞ്ചരിക്കുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. ഉടമ്പടി പുതുക്കിയവരാണെങ്കിലും നിങ്ങൾക്കറിയാം, അച്ഛനെ കാണാനുള്ള ഡേറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ആ ഡേറ്റ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇനി ഇങ്ങോട്ട് വന്നാൽ മതിയല്ല എന്ന് ഓർക്കും. പക്ഷേ അവിടെ ഒരു വെള്ള സ്ലിപ്പ് തന്നിട്ടുണ്ട്. എന്താ കാര്യം? ഉടമ്പടി ഒരു കൊല്ലത്തേക്കാണ്. ആ 4 കോളമില്ലേ, അപ്പോൾ സ്ലിപ്പ് തന്നിട്ടുണ്ട്. ആ സ്ലിപ്പ് വരുമ്പോൾ താഴെ എഴുതിയിട്ടുണ്ട്, കാണുന്ന ആ നമ്പർ, ആ ഡേറ്റ് വരെയുള്ള പ്രാർത്ഥന കൂടിയതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടതാണെന്ന്. കാര്യം ഇന്നലെ ഒരു ചേട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അച്ഛനെ കാണണം, ചീട്ട് തന്നെന്ന് പറഞ്ഞ്. ആ ചേട്ടത്തി അന്ന് ചീട്ട് കിട്ടിയിട്ട് പിന്നെ ഇന്നലെ വരികയാണ്. അങ്ങനെ വന്നാൽ പ്രാർത്ഥിച്ച് വിടും, പക്ഷേ മെസ്സേജ് എടുക്കത്തില്ല. കാര്യം ഉടമ്പടി മുടങ്ങിയിരിക്കണ കാരണം. വളരെ ശ്രദ്ധിച്ചേക്കണം. വെള്ളച്ചീട്ട് തരുമ്പോൾ ആ വായിച്ച് നോക്കണം, ആ വെള്ളച്ചീട്ട് എന്താ എഴുതിയിരിക്കണമെന്ന്. ആ വെള്ളച്ചീട്ട് ഡേറ്റ് ഉണ്ട്, അച്ഛനെ കാണാൻ ഡേറ്റ് ഉണ്ട്. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്, അച്ഛനെ കാണുന്നവരെ 1 മാസത്തെ പ്രാർത്ഥന, ഒരു പ്രാർത്ഥനയെങ്കിലും കൂടി അതിൻ്റെ പ്രാർത്ഥന കാർഡ്, പത്രത്തിൻ്റെ കാർഡും വാങ്ങിച്ചിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് ഇത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതായത് പത്രം ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച വസ്തു എന്ന് പറയണത്. അത് നമ്മുടെ ഏറ്റവും വലിയ കൃപാസനത്തിലെ നേർച്ചയാണ് പത്രം. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓരോ പള്ളി നേർച്ച ഉള്ളതുപോലെ ഈ നേർച്ചയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ഇത് ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നേർച്ചയാണ്. മറ്റു നേർച്ചയ്ക്ക് നിങ്ങൾ നിരങ്ങുകയോ അല്ലെങ്കിൽ കിടന്നുരുളുകയൊക്കെ ചെയ്യും. അത് നിങ്ങളുടെ മാത്രം വിഷയമാണ്. ഇതല്ല. ഇത് വായിക്കുന്നവൻ എന്ത് ജാതിയായാലും, മനുഷ്യൻ ഒറ്റ ജാതിയേ ഉള്ളൂ, അവന് ഒരു ദൈവം. അവൻ നിത്യമായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി ആണ്, ആ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് ഈ പത്രം നമ്മൾ പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറഞ്ഞിരിക്കണത്. പ്രാർത്ഥിച്ച് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടത്. 25 കൊണ്ട് ഒരു ദിവസം കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതായത് ഡിസംബർ 30-ാം തീയതിക്കുള്ളിൽ കൊടുത്ത് തീർന്നാൽ മതി. ഒരു ദിവസം ഇപ്പോൾ മകളെ കെട്ടിച്ച് വീട്ടിൽ പോകണം, 5 പത്രം കൊണ്ട് പോയേക്കണം. അതിൽ എല്ലാ പത്രം എടുത്തുകൊണ്ട് പോകരുത്. എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ 5-2 പത്രം കയ്യിലിരിക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ച് കൊടുക്കണം. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ പ്രേക്ഷിതയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തകനാണെന്ന് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ കാര്യം കുറച്ച് എളുപ്പമാകും. കാര്യം ഞങ്ങൾ 2015-ലാണ് അമ്മ ഉടമ്പടി തന്നത്. അമ്മ ഉടമ്പടി തരുന്ന 2011-ലാണ് ഹോസ്പിറ്റൽ മിഷൻ തന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്ക് ഞങ്ങൾ സൗജന്യമായ പത്രം എത്തിച്ചു കൊടുക്കുകയും അത് കൊണ്ടേ കൊടുക്കുന്ന ആൾക്കാർക്ക് ബസ് ഫെയർ കൊടുക്കുകയും ചെയ്യണ എല്ലാം കൃപാസനം കറണ്ട് ചാർജ് അടക്കാനുണ്ടായിരുന്ന കാശിൽ നിന്നാണ് അങ്ങനെ ചെയ്തതെല്ലാം. അതോടുകൂടി ദൈവം വളരെ വളരെ സീരിയസ് ആയി. കൃപാസനത്തിൻ്റെ എന്ത് വിഷയം പറഞ്ഞാലും അങ്ങനെയാണ് പത്രത്തിനൊക്കെ ഇത്രയും ബ്ലെസ്സിങ് കിട്ടാൻ കാര്യം അതാ. അല്ല വെറുതെ ഒരു സുപ്രഭാതം കിട്ടിയല്ല ഇത്. ഉടമ്പടിക്ക് മുമ്പ് തന്നെ പത്രത്തിന് ഈ ശക്തിയുണ്ട്. അത് ഹോസ്പിറ്റൽ മിഷനിൽ നിന്ന് വന്നതാണ്. അത് കണ്ണ് കാണാൻ പാടാത്ത രോഗികളുടെ അടുത്തിരുന്നുണ്ട് പത്രം വായിച്ച് കേൾപ്പിക്കുന്ന പ്രേക്ഷിതരുണ്ട്. അതിനെ ഹരിപ്പാട് ഊളം പറവർ പ്രാന്തന്മാരടുത്ത് വരെ പോയിട്ടുണ്ട് പത്രവും ചോദിച്ചുകൊണ്ട്. അതൊക്കെ ഓർത്താൽ ഇപ്പോഴും കണ്ണും നിറയും നമ്മുടെ കാര്യം. എന്നോട് ആ ചേച്ചി പറയും, അച്ഛാ ഞാനിത് ഉളമ്പാരെ കൊണ്ട് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു നിൻ്റെ കാശില്ലല്ല. അപ്പോൾ ഉടനെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു അവൾ ഉളമ്പാരെ പോവുകയാണ്, കുറേ കാശ് കൊടുത്തേക്കാൻ പറയും.
അതും ചോദിച്ചുകൊണ്ട് പാവം പോവും. അവിടെ പോയിരുന്നുകൊണ്ട് ഇത് കൊടുക്കുകയും ചെയ്യും, വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ കർത്താവാണ് ജീവൻ എന്നും പറഞ്ഞ് പ്രവർത്തിച്ച ആൾക്കാരാണ് ദൈവത്തിൻ്റെ ഇത്രയും വലിയ അനുഗ്രഹ കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റിയത്. അതാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ഇപ്പോഴും നിലനിൽക്കുന്നത്. നിങ്ങളെ പത്രം കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഏത് മന്ത്രിയായാലും കളക്ടറായാലും വളരെ വിനയത്തോടെ നമ്മളൊക്കെ നാളെ ചത്ത് കെട്ടിപ്പിടുന്ന് പോകും. ഇപ്പം ബുഷ് മരിച്ചില്ലേ, ആരും അറിഞ്ഞ അത്രയൊക്കെ ഉള്ളു മനുഷ്യൻ. അപ്പം അതുകൊണ്ട് നിത്യതയാണ് നമ്മുടെ വിഷയം. കൃപാസനത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിത്യതയെക്കുറിച്ച് സംസാരിക്കത്തുള്ളൂ. കാര്യം ആൾ മരിച്ചത് നമുക്ക് കപ്പയും കഞ്ഞിയും തരാനോ IELTS പാസ്സാകാനും വേണ്ടിയല്ല. ആൾ മരിച്ചത് നിത്യമായി നമ്മൾ ജീവിക്കാനാണ്. അതിനു വേണ്ടിയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. അത് മനസ്സിലുണ്ടാകണം. ഇത് കൊടുക്കുമ്പോൾ ആർക്കും കൊടുക്കുക നിങ്ങൾക്ക്. അതുകൊണ്ട് പാലക്കാട് നിന്നൊക്കെ മുസ്ലിം ഡോക്ടേഴ്സ് വന്ന് സാക്ഷ്യം പറയണത് അവർക്ക് അത്ര കണ്ട ആധികാരികമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് വരണത്. അതാണ് ഉടമ്പടിയുടെ ഒരു പവർ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം. അതുകൊണ്ട് പത്രം കൃത്യമായി വാങ്ങിക്കണം മാത്രമല്ല, അതേ അരൂപി ദൈവസ്നേഹത്തോടെ കൊടുക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ കൊന്ത ചെല്ലുമ്പോൾ ഇരുന്ന് പറയണം, കർത്താവേ നാളെ ഞാൻ കൊടുക്കാൻ പത്രം വായിക്കുന്നവർ ആരായാലും, ആ പത്രം ഉറഞ്ഞു പോണവർ ആരൊക്കെ വായിക്കുന്നു അവരെല്ലാം നിന്നെ അറിഞ്ഞ് നിൻ്റെ അടുത്ത് വരാൻ ഇടയാക്കണമേ. നിൻ്റെ വിശുദ്ധ രക്തത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാക്കി എന്നെ മാറ്റണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറാതെ നിൽക്കും. അല്ല, പരിശുദ്ധാത്മാവ് എപ്പോഴും രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. സാക്ഷ്യപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവുള്ളത്. അപ്പം നീ സാക്ഷിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും നീ വിടുന്ന നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല. സാക്ഷിയാകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ പത്രം കൊടുത്തുകൊണ്ടിരിക്കുക പ്രേക്ഷിതർ. പിന്നെ നിങ്ങൾ ഏത് ഗേറ്റിൽ കൂടി പോയാലും ഫ്രണ്ടിൽ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ടേ പോകാവൂ. 2 ഗേറ്റ് ഇവിടെ തുറന്ന് കിടപ്പുണ്ട്. അത് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ എന്നാലും ഫ്രണ്ടിൽ വരുമ്പോൾ നിങ്ങൾ പത്രം വാങ്ങിച്ച് ചീട്ടും വാങ്ങിച്ചിട്ടേ പോകാവൂ. കരമുയർത്തി മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഓർത്ത് സമർപ്പിക്കുന്നു. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വലിയ നിമിഷമാണ്. കരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, 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 കർത്താവേ, മാരക രോഗങ്ങൾ സുഖപ്പെടുന്നതിനെ നന്ദി പറയുന്നു. തീരാവ്യാധികള് സൗഖ്യപ്പെടുന്നതിനെ നന്ദി പറയുന്നു. കർത്താവേ, കുടുംബങ്ങള്, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള്, തൊഴിൽ മേഖലകള്, വ്യവസായ സംരംഭങ്ങള് ആശീർവദിക്കുന്നവർ നന്ദി പറയുന്നു. കർത്താവിയുടെ യാത്രകൾ ആശീർവദിക്കുന്നത് നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവെ വിദൂരത്തിലെന്ന് പ്രാർത്ഥിക്കുന്നവര്, അവിടെ നിയോഗങ്ങള്, അവിടെ സംഘടനകള് ഏറ്റെടുക്കുന്നവർ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ ശുശ്രൂഷയിലൂടെ കൃപാസനം സാന്ത്വനാഭിഷേകത്തിലൂടെ അങ്ങ് ചൊരിഞ്ഞ വലിയ കൃപകളെയോ നന്ദി പറയുന്നു. കരങ്ങളുയർത്തി വിശ്വാസത്തോടെ വിളിക്കട്ടെ. കർത്താവെ നേർച്ച വസ്തുക്കള് കർത്താവെ അഭിഷേകദായകമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങള് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ മടക്കയാത്രകള് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബങ്ങളിൽ സന്തോഷം, സമ്പൽ സമൃദ്ധി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദര സ്നേഹം നിറയണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വർഷക്കാലം ഈ മക്കൾക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവെ കൃപാസനത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങള് കൃപാസന ശുശ്രൂഷയിലൂടെ നാനാജാതി മതസ്ഥർക്ക്, വിദൂരങ്ങളിൽ ഇരിക്കുന്നവർക്ക് അങ്ങ് ചൊരിഞ്ഞ വലിയ കൃപകൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തോട് നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ കൃപയോട് നന്ദി പറയുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ഭൂമിയില് ആയിരിക്കുന്ന ഞങ്ങളുടെ മേല് അങ്ങ് ചൊരിയുന്ന പരിശുദ്ധാത്മ മുദ്രയോർത്ത് സൗഖ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് ഈശോ ആരാധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, വിദൂരങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, രോഗദുരിതങ്ങൾ സുഖപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, കുടുംബങ്ങളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ